കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക എന്നുള്ളതിലുപരി ഏതെങ്കിലും ഒരു പ്രവാസിക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിച്ചതായി ഇന്ന് വരെ ആർക്കും അറിയാത്ത ഒരു കാര്യമാണ് കേരളസഭ എന്ന് പറയുന്നത്. ഇത്തരമൊരു സംവിധാനം ദുരുപയോഗം ചെയ്യുക എന്ന് മാത്രമല്ല, ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്ത് അത് ദൂർത്തടിക്കാനുള്ള ഒരു മാർഗമായി ലോക കേരള സഭ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് സ്വീകരണം കൊടുക്കേണ്ട സംവിധാനമാണോ? കോടികൾ മുടക്കി വലിയ ദൂരത്ത് നടക്കുന്ന ലോക കേരള സഭയിൽ വിമർശനം നടക്കുകയാണ്. അവിടെയാണ് വീണ്ടും ഒരു ചെലവ് വരുന്നത്. ഇതിലൂടെ എന്ത് നേട്ടം പ്രവാസി കിട്ടിയെന്നാണ് അവർ ചോദിച്ചത്. അന്നത്തെ ലോക കേരള സഭയ്ക്ക് പങ്കെടുത്ത ആളുകൾക്ക് ഭക്ഷണം പോലും അന്ന് കൊടുത്തിരുന്ന നമ്മുടെ ഇന്നത്തെ CM-ന്റെ കൂടെ ഈ 1-ാം തീയതി ദുബായിലെ പരിപാടിക്ക് വരാൻ വേണ്ടി പോകുന്ന ഡോക്ടർ യൂസഫിന് പോലുള്ള ആളുകളാണ്. കാരണം സർക്കാർ അതിനകത്ത് ഒരു കോടികൾ മുടക്കലോ ഒരു ദൂർത്തോ അവിടെ ഉണ്ടായിട്ടില്ല. ആ പറഞ്ഞ ആളുകൾ ആദ്യത്തെ ലോക കേരള സഭയ്ക്ക് പങ്കെടുക്കുകയും 2-ാം ലോകസഭ ബഹിഷ്കരിക്കും, 3-4 ലോക കേരള സഭയ്ക്ക് അവരുടെ പ്രാതിനിധ്യ ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ആളുകളുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത് LBC ഞാൻ പറയട്ടെ. 5 രാജ്യങ്ങൾ പ്രസംഗിച്ചു മുഖ്യമന്ത്രി. ഈ 5 രാജ്യങ്ങളിൽ പോയി 1 മണിക്കൂർ സമയം ചെലവഴിച്ചു പ്രസംഗത്തിന് വേണ്ടിയിട്ട്. എല്ലാം പറഞ്ഞിരിക്കുന്ന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്. സർക്കാരിന് വേണ്ടി വികസന നേട്ടം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പ്രവാസിക്ക് വേണ്ടി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അവിടെയാണ് വീണ്ടും നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ വീണ്ടും തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതാര് നടത്തുന്ന വ്യക്തത നിങ്ങൾക്കില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ ചോദിച്ചു മറുപടി തന്നിട്ടില്ല. അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ ചിന്തിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ഈ മലയാളം മിഷനും ലോക കേരള സഭയും അതുപോലെ തന്നെ ഓർമ്മയൊക്കെ തന്നെ അതിന്റെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുള്ളത് നമുക്ക് ഞാൻ പറയട്ടെ. അതെ ഞാൻ പറയട്ടെ. മലയാളം മിഷൻ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇവിടെയുള്ള ഓർമ്മ. അല്ല ഇതിലിപ്പോ ഒരു മിനിറ്റ്, ഇതില് മലയാള മിഷൻ പിന്നെ ലോക കേരള സഭയും അടക്കമുള്ള സംഘടനകൾ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി ഓർമ്മയുടെ കേരളോത്സവത്തിലേക്ക് വരുന്ന മുഖ്യമന്ത്രിക്ക് 2.5 മണിക്കൂർ നേരം ഓർമ്മയുടെ വേദി ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് ഉള്ള മുഴുവൻ പൗരാവലിക്കും വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ഓർമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ അല്ലേ? അതിലൊന്നും സംശയമില്ല. ഇല്ല, ക്ലിയർ അല്ല. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, 2.5 മണിക്കൂർ മുഖ്യമന്ത്രിക്ക് ആ വേദി നീക്കിവെക്കാം. അത് നീക്കിവെക്കുന്നത് ഇവിടുത്തെ ഓർമ്മ എന്ന് പറയുന്നത് മലയാളികൾ, കേരളത്തിൽ നിന്ന് വന്ന മനുഷ്യന്മാർ. 10 വർഷമായിട്ട് മുഖ്യമന്ത്രികൾ വരുന്നുണ്ടല്ലോ പലവട്ടമായിട്ട്. ഒരിക്കൽ പോലും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാവുന്നില്ലോ ഇവിടെ വന്നിട്ട്. എന്താണ് അങ്ങനെ? അതൊന്നും LBC പറയല്ലേ? എങ്ങനെ എത്രയോ തവണ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. ഇല്ല, മുഖ്യമന്ത്രിക്ക് ശേഷം അതിനുശേഷം അദ്ദേഹത്തിന്റെ ലിമിറ്റ് ഉണ്ട്.